എറണാകുളത്ത് കടയിൽ നിന്ന് സിഗരറ്റ് വാങ്ങി നൽകാത്തതിന് +2 വിദ്യാർത്ഥിക്ക് മർദ്ദനം. കാക്കനാട് ചിറ്റേത്തുകരയിലാണ് ഈ സംഭവം. വിദ്യാർത്ഥിയെ കാക്കനാട് സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രദേശവാസിയായ സോണൽ സന്തോഷാണ് വിദ്യാർത്ഥിയെ മർദ്ദിച്ചത്. ഞാൻ കടയിൽ ജ്യൂസ് കുടിക്കാൻ കൂട്ടുകാരന്മാരുടെ ജ്യൂസ് കുടിക്കാൻ വന്നിരിക്കുന്നു. അപ്പോൾ എന്നെ കാറിൻ്റെ അടുത്തോട്ട് വിളിച്ചിട്ട് സിഗരറ്റ് മേടിച്ച് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു കടയിലെ ആളല്ല എന്ന് പറഞ്ഞപ്പോൾ എന്നെ കുറേ തെറിയും ചീത്തയും പറഞ്ഞു. അപ്പോൾ ആള് എന്താണ്ട് അടിച്ചിട്ടുണ്ടായി. അപ്പോൾ ഞാൻ മിണ്ടിയൊന്നുമില്ല. കടേൻ്റെ അകത്തോട്ട് പോയപ്പോൾ എന്നെ പിന്നെ തെറിയൊക്കെ പറഞ്ഞു. ഉമ്മാക്കൊക്കെ വിളിച്ചപ്പോൾ ഞാൻ പിന്നെ റിയാക്ട് ചെയ്തു. തിരിച്ച് ചോദിച്ചു എന്തിനാ ഉമ്മാക്ക് വിളിക്കണേന്ന്. അപ്പോൾ അങ്ങേര് ആള് കാറിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് കടേൻ്റെ അകത്തോട്ട് തന്നെ തള്ളി കയറ്റി കടേൻ്റെ അകത്തോട്ട് ഇടിയായിരുന്നു. എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് ചേരുന്ന വിവരങ്ങളുമായി. ശ്യാം, ആരാണ് ഈ സോണൽ സന്തോഷ്? ഗുണ്ടയാണോ? എന്താ സംഭവം? പ്രജിൻ, നേരത്തെ ഇതേപോലെ തന്നെ വഴിയാത്രക്കാരൻ ഒരാളുടെ അടുത്ത് കാറിൽ നിന്ന് പുറത്തിറങ്ങി ചെന്ന് പ്രകോപനം ഉണ്ടാക്കിയതിന് ഈ സോണൽ സന്തോഷിനെതിരെ പരാതി ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ +2 വിദ്യാർത്ഥിയെ വഴിയിൽ വെച്ച് മർദ്ദിച്ച സംഭവം ഉണ്ടാകുന്നത്. ഇതിൽ കുട്ടിയുടെ രക്ഷിതാക്കൾ ഇപ്പോൾ തൃക്കാക്കര പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഈ സംഭവം ഉണ്ടാകുന്നത് ഇയാൾ കാറിൽ ഇരുന്നുകൊണ്ട് കുട്ടിയോട് തനിക്ക് സിഗരറ്റ് വാങ്ങി നൽകാൻ ആവശ്യപ്പെട്ടു. അത് പറ്റില്ല എന്ന് കുട്ടി പറഞ്ഞതോടെയാണ് കുട്ടി അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഈ പ്രദേശത്ത് സ്ഥിരമായി ചില കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ആളാണ് ഇയാളെന്ന് പോലീസും പറയുന്നുണ്ട്. ഏതായാലും ഈ സംഭവത്തിൽ നിലവിൽ കുട്ടിയുടെ രക്ഷിതാക്കളുടെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശരി, എസ് ശ്യാംകുമാറാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.